ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ എന്നു വെച്ചാൽ ഈ ഒരു ചടങ്ങിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ മൂവട്ടുപുഴം ക്ഷേത്രത്തിൽ തൂക്കക്കാരെ കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട്. നേർച്ച തൂക്കം ആരംഭിക്കുന്നതിന് മുന്നേ തൂക്കക്കാരെ കൊണ്ടുവരും. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് ആ തൂക്കക്കാരെ കൊണ്ടുവരുന്ന സമയമായി കേട്ടോ. എല്ലാവരും വരുന്നത് കാണാം. ദേവിയുടെ തിരുമുടിയെ ആനയിച്ചാണ് തൂക്കക്കാർ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. വരികയാണ്. ഇതാണ് അവരുടെ ഒരു വേഷവിധാനം കേട്ടോ. പൊട്ട് തലയിലൊക്കെ ഇതുപോലെ ഉണ്ടാവും. അതുപോലെ വെള്ള സെറ്റ് അങ്ങനെയുള്ള വേഷവിധാനമാണ്. എല്ലാവർക്കും സെയിം ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇവർ ഇതുപോലെ ക്ഷേത്രത്തിനെ വലം വയ്ക്കും കേട്ടോ. അപ്പുറത്തൂടെ വന്ന് ആ പച്ചപ്പന്തലിൽ ദേവിയെ ഇരുത്തും. അങ്ങനെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് പൂജകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിക്കും നീലകേശി ദേവിക്കും പ്രത്യേകം ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ഭദ്രകാളി ദേവിക്ക് വടക്ക് ദർശനത്തിലും നീലകേശി ദേവിയെ കിഴക്ക് ദർശനത്തിലും പ്രതിഷ്ഠിച്ച് ആരാധിച്ച് വരുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് നീലകേശി അമ്മയുടെ തിരുമുടിയാണ്. അപ്പോൾ അത് ആ പച്ചപ്പന്തലിൽ വെച്ചിട്ട് പൂജകൾക്ക് ശേഷമാണ് നമ്മുടെ തൂക്കം ആരംഭിക്കുന്നത്. ആദ്യം അമ്മത്തൂക്കമാണ്. അമ്മത്തൂക്കം 3 തവണ ക്ഷേത്രത്തിന് വലം വെച്ച് അവസാനിക്കും. അതിനുശേഷമാണ് കുട്ടികളുടെ നേർച്ചത്തൂക്കം ആരംഭിക്കുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങോട്ടൊക്കെ ഇപ്പോഴത്തെ ഒരു ഇതല്ല. പിന്നെ അങ്ങോട്ടങ്ങോട്ട് ഭയങ്കര തിരക്കായി. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ അല്ലെങ്കിൽ പോയി നിൽക്കണം. നമ്മൾ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലല്ലേ എടുക്കും. അതുകൊണ്ട് ദേവി അവിടെ ഇരുത്തുവാണ് കേട്ടോ. ഇനി പൂജകൾ. അപ്പോൾ അമ്മത്തൂക്കം എടുക്കുന്ന ആളാണ് ഇത്. അപ്പോൾ ഈ തൂക്കക്കാരൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. കുറച്ച് ബെൽറ്റ് കാര്യങ്ങളൊക്കെ അത് കെട്ടുവാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ തൂക്കവില്ലിൽ കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. തൂക്കവില്ലിൻ്റെ വടം വലിക്കാനായിട്ട് നിൽക്കുന്നവരും വ്രതം എടുക്കുന്നവരാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരം വ്രതം എടുക്കുന്നവർ തന്നെ ആയിരിക്കണം അത് വലിക്കാനായിട്ട് നിൽക്കുന്നതും. ദേവീദാസന്മാരായിട്ട് നിൽക്കുന്നവർ ക്ഷേത്രത്തിൽ തന്നെയാണ് താമസിച്ച് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പൂർത്തിയാക്കി അങ്ങനെ ദേവിയുടെ കൂടെ എഴുന്നള്ളത്തിനൊക്കെ നടക്കുന്നത്. എങ്കിൽ മാത്രമാണ് ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് അമ്മത്തൂക്കം 3 തവണ വലം വെച്ചു. അത് കഴിഞ്ഞ് അത് അവസാനിച്ചു. പിന്നെ അടുത്തതാണ് പിള്ളത്തൂക്കം. പിന്നെ പിള്ളത്തൂക്കം ഞാൻ ഒരുപാട് കുട്ടികളുടെ തൂക്കമല്ലേ, അത് ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല. ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് കേട്ടോ. സ്ട്രൈക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത്. ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ട് കുട്ടികളെയും സേഫ്റ്റി ബെൽറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു വലം വയ്ക്കും. അപ്പോൾ അത് കുട്ടികളുടെ തൂക്കം തന്നെ കേട്ടോ. കാണുന്നില്ല എന്നേ ഉള്ളൂ കറക്റ്റായിട്ട്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ തൂക്ക മഹോത്സവവും ഭംഗിയായി നല്ല മംഗളമായി നടന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.